അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിക്വിഡേഷൻ ഓഫ് കമ്പനിയാണ്. ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ വൈൻഡ് അപ്പ് അല്ലെങ്കിൽ ആ കമ്പനി കം ടു എൻഡ്, അതിനെ പറയുന്ന പേരാണ് ലിക്വിഡേഷൻ. കമ്പനിയുടെ എല്ലാ ബിസിനസ്സും കാര്യങ്ങളിനൊക്കെ ഒരു എൻഡ് ഇടുന്നതിന്. Liquidation or winding up is a legal term and refers to the procedure through which the affairs of a company are wound up by the law. അപ്പൊ നമുക്കറിയാം കമ്പനി എന്ന് പറയുന്നത് തന്നെ നിയമപരമായി നിലവിൽ വന്ന ഒരു സാധനമാണ്. അപ്പോ നിയമപരമായി വന്ന സാധനം അതേപോലെ തന്നെ എന്താ ബൈ ലോ അനുസരിച്ച് തന്നെ വൈൻഡ് അപ്പും ചെയ്യണം. സോ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് liquidation winding up of company has been identified in the Companies Act 2030 as the process whereby its life is ended. അപ്പം കമ്പനീസ് ആക്ട് 2030 അനുസരിച്ച് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ആ ഒരു പ്രോസസ്സ് അല്ലെ ബിസിനസിന്റെ ആ ലൈഫ് എൻഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് അഡ്മിനിസ്ട്രേറ്റഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ് ആൻഡ് മെമ്പേഴ്സ്. അപ്പൊ അതിന്റെ ഉള്ള പ്രോപ്പർട്ടീസ് അതിന്റെ അസറ്റ്സ് കാര്യങ്ങളൊക്കെ ഇനി അത് അസറ്റ് വെച്ച് നമ്മൾ ബിസിനസ് ചെയ്യുന്നില്ല. അപ്പൊ ആ അസറ്റ്സ് ആരുടെ ബെനിഫിറ്റിന് വേണ്ടി ക്രെഡിറ്റേഴ്സും അതേപോലെ മെമ്പേഴ്സിനും വേണ്ടി ആ പ്രോപ്പർട്ടീസ് ഒക്കെ അവർക്ക് ഷെയർ ചെയ്യുക. അതിൽ നിന്ന് സെല് ചെയ്ത് കിട്ടുന്ന വാല്യൂ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതാണ് വൈൻഡിങ് അപ്പിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് വെയർ ബൈ ഇറ്റ്സ് ലൈഫ് ഈസ് എൻഡഡ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് അഡ്മിനിസ്ട്രേറ്റ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ് ആൻഡ് മെമ്പേഴ്സ്. മെമ്പേഴ്സ് മീൻസ് നമ്മുടെ ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്. ഇനി ഇത് ചെയ്യാൻ വേണ്ടി ഇപ്പം നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി അതേപോലെ ഡിസിഷൻ ഒക്കെ എടുക്കുന്നതും അവിടെ ഓരോ കാര്യത്തിനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷെ ലിക്വിഡേഷൻ ആയി കഴിഞ്ഞാൽ ലിക്വിഡേഷൻ വൈൻഡ് അപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ ഷെയർ ഹോൾഡേഴ്സിനോ ഒന്നും ഒരു റോളില്ല. പിന്നെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ലിക്വിഡേറ്റർ ആണ്. അപ്പൊ ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അതിന്റെ നമ്മുടെ ഈ പറഞ്ഞില്ല അസറ്റ്സ് വിൽക്കണം. അസറ്റ് വിറ്റാൽ മാത്രം പോലെ നമുക്ക് കമ്പനിക്ക് ഉള്ള ഡെപ്റ്റ്സ് ഒക്കെ പേ ഓഫ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു ലിക്വിഡേറ്റർ എന്ന ഒരാളെ അപ്പോയിന്റ് ചെയ്യും. ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ കോൾഡ് എ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിന്റഡ് ആൻഡ് ഹി ടേക്സ് കൺട്രോൾ ഓഫ് ദി കമ്പനി. അപ്പൊ എത്രയും നാളും കമ്പനി റൺ ചെയ്തുകൊണ്ടിരുന്ന സമയം വരെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് ആരായിരുന്നു? ബോർഡ് ഓഫ് ഡയറക്ടറാണ്. പക്ഷെ വൺസ് ലിക്വിഡേഷൻ അല്ല വൈൻഡ് അപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കൺട്രോൾ ഒക്കെ ആരുടെ കയ്യിലോട്ട് വരും? ലിക്വിഡേറ്ററിന്റെ കയ്യിലോട്ട് വരും. പുള്ളി എന്താ ചെയ്യുന്നത്? കളക്ട് ഇറ്റ്സ് അസറ്റ്സ്, പേ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഫൈനലി ഡിസ്ട്രിബ്യൂട്ട് എനി സർപ്ലസ് എമംഗ് ദി മെമ്പേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ റൈറ്റ്സ്. അപ്പൊ ലിക്വിഡേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പനിയിലുള്ള അസറ്റ്സ് ഒക്കെ വിൽക്കും. അതേപോലെ കമ്പനിക്ക് അസറ്റ് മാത്രമല്ല അതിന് ഡെപ്റ്റ്സും ലയബിലിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പേ ഓഫ് ചെയ്യും. അസറ്റിൻ വിറ്റ് കിട്ടുന്ന എമൗണ്ടും ഡെറ്റ് പേ ഓഫ് ചെയ്തതും ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർപ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെമ്പേഴ്സ് അനുസരിച്ച് മീൻസ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലെ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ഉണ്ടല്ലോ, ആ പെർസെന്റേജ് അനുസരിച്ച് ആ സർപ്ലസ് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത്രയും കാര്യമാണ് ലിക്വിഡേറ്റർ ചെയ്യുന്നത്. പ്രോസസ് ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. അതേപോലെ തന്നെയാണ് വൈൻഡ് അപ്പും. കാരണം നിയമപരമായി ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വന്നതാണ് ഒരു ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്യുക എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ ആദ്യം വന്ന് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നത്? പിന്നെ ലിക്വിഡേറ്റർ ആണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ലിക്വിഡേറ്റർ ഈസ് അപ്പോയിന്റഡ് ഹു ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ഫോളോയിങ്. അപ്പൊ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ആദ്യത്തെയാണ് സെല്ലിംഗ് ഓഫ് അസറ്റ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റ്സ് ഒക്കെ വിൽക്കുക ഫസ്റ്റ്, എന്നിട്ട് അതിൽ നിന്ന് പൈസ റിയലൈസ് ചെയ്യുക. ദെൻ അടുത്തത് പേയിങ് ഓഫ് ഇറ്റ്സ് ലയബിലിറ്റി. കമ്പനിക്ക് ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ടാവും, അതൊക്കെ പേ ഓഫ് ചെയ്യുക. ഇഫ് ദർ എനി ഡെഫിഷ്യൻസി, നേരത്തെ പറഞ്ഞു സർപ്ലസിന്റെ കാര്യം, അതേപോലെ ചിലപ്പോൾ ഡെഫിഷ്യൻസി ആയിരിക്കും. എന്ന് വെച്ചാൽ അസറ്റ് കിട്ടിയ എമൗണ്ട് പോരാതെ വരും ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ. അപ്പൊ ആ സമയത്ത് കമ്പനിക്ക് ഡെഫിഷ്യൻസി ആവും. ഡെഫിഷ്യൻസി ആകുമ്പോൾ ചിലപ്പോൾ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാൻ തികയത്തില്ല, ലയബിലിറ്റി നമുക്ക് കംപ്ലീറ്റ്ലി പേ ഓഫ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. പക്ഷെ അങ്ങനെ സിറ്റുവേഷൻ വന്നെന്ന് വെച്ചിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എക്സ്റ്റേണൽ ലയബിലിറ്റി, ഇപ്പം ഷെയർ ഹോൾഡർ ആണെങ്കിലും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലും നമുക്ക് വേണേ അത് സാക്രിഫൈസ് ചെയ്യാം, കൊടുക്കാതിരിക്കാം. അവരത് മീൻസ് ഓണേഴ്സ് ആണല്ലോ, അതുകൊണ്ട് അവരത് സാക്രിഫൈസ് ചെയ്യും. പക്ഷേ ക്രെഡിറ്റേഴ്സ് അങ്ങനെയല്ല. ക്രെഡിറ്റേഴ്സ് എക്സ്റ്റേണൽ പാർട്ടിയാണ്. അവർക്ക് എന്തായാലും പ്രോഫിറ്റ് ഉണ്ടെങ്കിലോ എത്ര വലിയ ലോസ് ആണെന്നോ ഒരു കാര്യമൊന്നുമില്ല, അവർക്ക് കറക്റ്റ് ആയിട്ട് പൈസ കിട്ടണം. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോ എന്ത് ചെയ്യും?
കോൺട്രിബ്യൂട്ടറീസിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. ഈ കോൺട്രിബ്യൂട്ടറീസ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ കോൺട്രിബ്യൂട്ടറീസ് മെയിൻ വരെ നമുക്ക് അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയർസ് എന്ന് വെച്ചാൽ ഇപ്പൊ 100 രൂപയുടെ ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്, പക്ഷെ അതില് ഒരു 75 രൂപ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ കമ്പനി വിളിച്ചത് എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് കൊടുത്തത് 75 ഉള്ളൂ, ബാക്കി 25 രൂപ അൺപെയ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കമ്പനി വാങ്ങും ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് ആ പൈസ വെച്ച് ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സിനെയൊക്കെ സെറ്റ് ഓഫ് ചെയ്യും ഡെഫിഷ്യൻസി ആയ സിറ്റുവേഷനിൽ. ഇനി ചിലപ്പോൾ സർപ്ലസ് ആകാം, കിട്ടിയ അസറ്റിൽ നിന്ന് വിറ്റ് കിട്ടിയ പൈസ ലയബിലിറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് മിച്ചം ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സർപ്ലസ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യും, ഈ നമ്മുടെ കോൺട്രിബ്യൂട്ടറീസ്, അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനും എല്ലാവർക്കും ആർട്ടിക്കിൾ പ്രകാരം അല്ല അവർക്ക് എത്രയാണോ പെർസെന്റേജ് ഉള്ളത് അപ്പൊ അതനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫൈനൽസ്. ഇത്രയും പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ കയ്യിലുള്ള അസറ്റ്, കമ്പനിയുടെ അസറ്റ് എല്ലാം വിറ്റു, കടങ്ങളൊക്കെ കൊടുത്തു തീർത്തു, ബാക്കി മിച്ചമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് തന്നെ വീതിച്ചെടുത്തു. അപ്പൊ കമ്പനിയുടെ പ്രോസസ് എല്ലാം കഴിഞ്ഞു. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പനിയുടെ പേര് രജിസ്ട്രാർ ആ രജിസ്റ്റർ ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യും. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്ത് ഒരു കമ്പനി നിലവിൽ വരുന്നത് അതിന്റെ ഒരു സിമ്പലാണ് രജിസ്ട്രാറിന്റെ ബുക്കിൽ ആ കമ്പനിയുടെ പേര് എഴുതുന്നത്. അങ്ങനെ രജിസ്ട്രാറിന്റെ ബുക്കിൽ കമ്പനിയുടെ പേര് എഴുതിയ അതിന്റെ അർത്ഥം ഇൻകോർപ്പറേഷൻ ആയി എന്ന് വെച്ചാൽ കമ്പനി നിലവിൽ വന്നു. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, ആ രജിസ്റ്ററിൽ നിന്ന് ഈ കമ്പനിയുടെ പേര് റിമൂവ് ചെയ്യും. അപ്പൊ അതാണ് ഫൈനൽ സ്റ്റെപ്പ് വരുന്നത്. ആഫ്റ്റർ ഗോയിങ് ത്രൂ ദി എബോ, ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ദ രജിസ്ട്രാർ ഓഫ് ദി കമ്പനി റിമൂവ് ദി നെയിം ഓഫ് ദി കമ്പനി ഫ്രം ദി രജിസ്ട്രാർ ഓഫ് കമ്പനി മെയിൻറ്റൈൻഡ് ബൈ ഹിസ് ഓഫീസ്. അപ്പം രജിസ്ട്രാറിന്റെ ഓഫീസിലുള്ള രജിസ്റ്ററിൽ നിന്ന് ഈ കമ്പനിയുടെ പേര് റിമൂവ് ചെയ്തതോടെ നമ്മുടെ വൈൻഡിങ് പ്രോസസ് കഴിയും. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. ഇനി കേസസ് ഓഫ് ലിക്വിഡേഷൻ, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ലിക്വിഡേഷൻ വരുന്നത്, ലിക്വിഡേഷൻ സംഭവിക്കുന്നത്? രണ്ട് സിറ്റുവേഷൻ ആകാം. ചിലപ്പോൾ കമ്പനി ഇൻസോൾവെന്റ് ആകുന്ന എന്ന് വെച്ചാൽ പാപ്പരാകുന്ന സിറ്റുവേഷൻ, കമ്പനിയുടെ അസറ്റിനേക്കാൾ കൂടുതൽ ലൈബിലിറ്റി വരുവാണെങ്കിൽ, നമ്മുടെ ആസ്തിയേക്കാൾ കൂടുതൽ നമ്മുടെ ബാധ്യത വന്നു കഴിഞ്ഞാൽ പിന്നെ കമ്പനി പിന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാധ്യത കൂടിക്കൂടി വരുള്ളൂ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ കമ്പനി ലിക്വിഡേഷൻ നടത്താം. പക്ഷെ അതല്ലാതെ സോൾവെന്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ തന്നെ എന്ന് വെച്ചാൽ അസറ്റ് കൂടുതലാണ് ലൈബിലിറ്റി കുറവാണ് എന്നാൽ പോലും ചിലപ്പോൾ കമ്പനി ലിക്വിഡേഷനിൽ ഏർപ്പെടാം. അപ്പൊ ഇതാണ് രണ്ട് സിറ്റുവേഷൻ വരുന്നത്. ഇനി എന്താണ് ഇൻസോൾവൻസി, എന്താണ് ലിക്വിഡേഷൻ എന്ന് ജസ്റ്റ് ഒരു ഡിഫറൻസ്. ഇൻസോൾവൻസി മെയിൻ ആയിട്ടും വരുന്നത് ഇൻഡിവിജ്വൽ, ഇപ്പൊ പേഴ്സൺ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, HUF അതിന്റെ ഒക്കെ കേസിലാണ് നമ്മൾ ഈ ഇൻസോൾവൻസി എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത്. നേരെ കമ്പനിയുടെ കാര്യത്തിലായിരിക്കും നമ്മൾ ലിക്വിഡേഷൻ വരുന്നത്. ഏത് സിറ്റുവേഷൻ ആണ് ഇൻസോൾവൻസി ആകുന്നത്? ഓഫ് കോഴ്സ് വെൻ ദ ലയബിലിറ്റി എക്സീഡ്സ് അസറ്റ് അസറ്റിനേക്കാൾ കൂടുതൽ ലൈബിലിറ്റി വന്നാൽ മാത്രമേ നമുക്ക് ഒരു വ്യക്തി അല്ലെ ഒരു ഫേം ഇൻസോൾവെന്റ് ആണെന്ന് പറയത്തുള്ളൂ. കാരണം അയാൾക്ക് അയാളുടെ ബാധ്യത ഒരുപാടാവും. പക്ഷെ അത് ലിക്വിഡേഷന്റെ അല്ലെ കമ്പനിയുടെ കേസിൽ വരുമ്പോൾ ഇൻസോൾവൻസി ഓഫ് എ കമ്പനി ഈസ് നോട്ട് നെസസറി കണ്ടീഷൻ ഫോർ ലിക്വിഡേഷൻ. ഇൻസോൾവെന്റ് ആകണം എന്നില്ല ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാൻ. ചിലപ്പോൾ കമ്പനിയിലെ മെമ്പേഴ്സിന്റെ ഒക്കെ താല്പര്യപ്രകാരം അവരൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇറക്കി ചിലപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ഇൻസോൾവെന്റ് ഒരു വ്യക്തി ഇൻസോൾവെന്റ് ആകണമെങ്കിൽ അയാളുടെ ഈ പറഞ്ഞ പോലെ അസറ്റും അയാൾക്കാട്ടി കൂടുതൽ ലൈബിലിറ്റി വരണം. പക്ഷെ കമ്പനിയുടെ കേസിൽ അങ്ങനെയില്ല, നമുക്ക് അല്ലാതെ തന്നെ ലിക്വിഡേറ്റ് ചെയ്യാം. അടുത്തത് പോസിബിലിറ്റി ഇൻ സോൾവെന്റ് കണ്ടീഷൻ. ഈ സോൾവൻസി എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. പക്ഷെ മറ്റിടത്ത് അങ്ങനെയല്ല. കമ്പനിയുടെ കേസ് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നല്ല ഒരുപാട് അസറ്റ് ഉണ്ടാവും, എനിക്ക് ഒത്തിരി കടങ്ങൾ ഇല്ല, എന്നാൽ പോലും ഒരു സോൾവെന്റ് ആയിട്ടുള്ള കമ്പനിയും ചിലപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യാം. അങ്ങനെ സോൾവെന്റ് ആണെന്നും പറഞ്ഞ് ലിക്വിഡേറ്റ് ചെയ്യാതിരിക്കത്തില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ കാരണമായിരിക്കും ലിക്വിഡേഷൻ സംഭവിക്കുന്നത്. ലിക്വിഡേഷൻ ഏത് ആക്ട് പ്രകാരം? ഇൻസോൾവൻസി ആക്ട് പ്രകാരമാണ് ഇൻസോൾവൻസിയുടെ പ്രൊസീജിയർ ഒക്കെ നടക്കുന്നത്. പക്ഷെ ലിക്വിഡേഷൻ നടക്കുന്നതെല്ലാം കമ്പനീസ് ആക്ട് പ്രകാരമാണ് അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. അപ്പൊ ഇത് രണ്ടും
കുറെ സ്ഥലത്തൊക്കെ നമ്മൾ സിനോണിം യൂസ് ചെയ്യുവാണെങ്കിൽ പോലും പല ഡിഫറൻസ് അതിനുണ്ട്. ഇനി അടുത്തത് മോഡ് ഓഫ് വൈൻഡിങ് അപ്പോ ലിക്വിഡേഷൻ. ഏതൊക്കെ രീതിയിലാണ് ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡ് അപ്പ് നമ്മൾ ചെയ്യുന്നത്? അത് നേരത്തെ പറഞ്ഞായിരുന്നു, ലിക്വിഡേഷൻ കമ്പനീസ് ആക്ട് പ്രകാരമാണ്. സെക്ഷൻ 270 അനുസരിച്ചാണ് മോഡ് ഓഫ് വൈൻഡിങ് അപ്പ് പറയുന്നത്. രണ്ട് രീതിക്കാണ് വൈൻഡിങ് അപ്പ് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ബൈ ദി ട്രിബ്യൂണൽ അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട്. ഈ രണ്ട് രീതിക്കാണ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഒരു ട്രിബ്യൂണൽ ഒരു കമ്പനിയെ ലിക്വിഡേറ്റ് ചെയ്യാൻ ഇതാക്കുന്നത്? അല്ല, ഇനി ഈ കമ്പനി വേണ്ട എന്ന് ബൈ ദി ട്രിബ്യൂണലാണ് അവിടെ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽ മീൻസ് കമ്പനി അല്ല തീരുമാനം എടുക്കുന്നത്. അപ്പൊ സെക്ഷൻ നേരത്തെ പറഞ്ഞു 270 ആണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് 271 അടുത്ത സെക്ഷൻ വരുന്നതാണ് ട്രിബ്യൂണലിന്റെ വൈൻഡ് അപ്പ്. അപ്പൊ നോക്കിയ സെക്ഷൻ 271 ഓഫ് കമ്പനീസ് ആക്ട് 2013 provide that a company may on a petition under section 272 be wound up by the tribunal in the following. അപ്പൊ ഒരു താഴെ പറയുന്ന സിറ്റുവേഷൻ ഏതെങ്കിലും വന്നാൽ ട്രിബ്യൂണലിന് ഒരു കമ്പനിയെ വൈൻഡ് അപ്പ് ലിക്വിഡേറ്റ് ചെയ്യാൻ സാധിക്കും. സെക്ഷൻ 272 അനുസരിച്ച് ഒരു പെറ്റീഷൻ കൊടുത്ത് ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻഎബിലിറ്റി ടു പേ ഡെറ്റ്. നമ്മുടെ കടം നമുക്ക് കമ്പനിക്ക് കൊടുത്തു തീർക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത പക്ഷം ആ കമ്പനി തുടർന്ന് പോകുന്നതിൽ യാതൊരു ഇതില്ല. കമ്പനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം ചെല്ലുന്നത് കടം കൂടുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇറ്റ്സ് ബെറ്റർ ടു ഷട്ട് ഡൗൺ. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ വരുന്നതാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ബൈ കമ്പനി. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഈ കടം പാപ്പരാകുന്ന സിറ്റുവേഷൻ അല്ലാതെയും കമ്പനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അത് ചിലപ്പോൾ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാരുടെ തീരുമാനം എടുത്ത് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്ത് അങ്ങനെ വൈൻഡ് അപ്പ് നടത്താം. അടുത്ത് വരുന്നത് ആക്ടിങ് എഗെയിൻസ്റ്റ് നാഷണൽ ഇൻട്രസ്റ്റ്. ഇപ്പൊ ഈ പെർട്ടിക്കുലർ കമ്പനി വർക്ക് ചെയ്യുന്നത് അല്ല ഫങ്ഷൻ ചെയ്യുന്നത് നേഷന്റെ ഇൻട്രസ്റ്റിനെതിരെയാണെങ്കിൽ, നമ്മുടെ രാജ്യത്തിന്റെ എന്തെങ്കിലും രാജ്യത്തിന് നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ പബ്ലിക്കിന് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിക്കാണ് ആ കമ്പനിയുടെ ബിസിനസ് എന്ന് കണ്ടാൽ അങ്ങനത്തെ കമ്പനിയെ ട്രിബ്യൂണലിന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മൂന്നാമത്തെ സിറ്റുവേഷൻ. പിന്നെ അടുത്തത് ഓർഡർ അണ്ടർ ചാപ്റ്റർ 90. ഇത് വരുന്നത് റീഹാബിലിറ്റേഷൻ ഓഫ് സിക്ക് കമ്പനീസ്. നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് ലൈബിലിറ്റീസ് കൂടുതലുള്ളപ്പോഴത്തേക്കും അങ്ങനെയുള്ള കമ്പനിയുടെ സിക്ക് കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള കമ്പനിയും ഷട്ട് ഡൗൺ അല്ലെങ്കിൽ ലിക്വിഡേഷൻ ആണ് നല്ലത്. ഇതിന് അടുത്തത് ഫ്രോഡുലന്റ് കണ്ടക്ട്. നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു കമ്പനി ഫ്രോഡ് ആയിട്ടാണ് ആ കമ്പനി ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ അവരുടെ ബിസിനസ്സും അതേപോലെ അൺലോഫുൾ നിയമത്തിനെതിരെയാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ മാനേജ്മെന്റ് ലെവലിലും എല്ലാ ഒരു കള്ളത്തരം ഉള്ള ആന്ന് രജിസ്ട്രാറിന് മനസ്സിലായാൽ നമുക്ക് ആ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നതാണ് ഫെയിലിയർ ടു ഫയൽ റിട്ടേൺ. അപ്പൊ കമ്പനീസ് ആകുമ്പോഴത്തേക്കും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. കമ്പനിയുടെ ഇയർലി ആനുവൽ റിപ്പോർട്ട്സും കാര്യങ്ങളും അതുപോലെ ടാക്സ് ഫയലിംഗ് ഇതൊക്കെ വരും. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ, അതും ഒരു വർഷമല്ല, ഒരു വർഷം 2 വർഷമൊക്കെ ഓക്കെ, കൺസിക്യൂട്ടീവ് ആയിട്ട് ഒരു 5 വർഷത്തേക്ക് റിട്ടേൺസ് ഒന്നും ഫയൽ ചെയ്തില്ല, ഈ കമ്പനിയിൽ എന്താ നടക്കുന്നതെന്ന് ആർക്കും ഗവൺമെന്റിന് അറിയാത്ത പക്ഷവും അങ്ങനെയുള്ള സമയത്തും അങ്ങനത്തെ കമ്പനീസിന് നമുക്ക് ലിക്വിഡേഷൻ ചെയ്യാം, മീൻസ് ട്രിബ്യൂണലിന്. പിന്നെ അടുത്തത് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ആകെ മൊത്തമായിട്ട് നോക്കുമ്പോൾ ഈ കമ്പനി പൂട്ടുന്നതാണ് നല്ലത് എന്നൊരു ഒപ്പീനിയൻ ട്രിബ്യൂണലിന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും ഇത് ഓടിപ്പോകുന്നേക്കാട്ടും നല്ലത് നിർത്തുന്നതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും കമ്പനി ഷട്ട് ഡൗൺ ചെയ്യാതെ ലിക്വിഡേറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് മോഡ് ഓഫ് ട്രിബ്യൂണലിനകത്ത് വരുന്ന സിറ്റുവേഷൻസ്. ഇനി അടുത്തത് കോൺസിക്വൻസ് ഓഫ് വൈൻഡിങ് അപ്പ് കമ്പനി. ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ആ കമ്പനിയിൽ സംഭവിക്കുക? ഫസ്റ്റ് വരുന്നത് തന്നെയാണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ലിക്വിഡേറ്റർ. ഇത്രയും നാളും കമ്പനിയുടെ കാര്യങ്ങൾ ചെയ്തു വന്ന ആളല്ലാതെ പുതിയ ഒരു പുറത്തുനിന്ന് ഒരാളെ, ഒരു ഓഫീസറിനെ ഒരു ലിക്വിഡേറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ട് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അതാണ് ഫസ്റ്റ് മാറ്റം സംഭവിക്കാൻ പോകുന്നത്.
അത് കമ്പൽസറി വൈൻഡിങ് അപ്പിലാണെങ്കിലും വോളണ്ടറി ബൈ മെമ്പറും ഉണ്ട്, ക്രെഡിറ്ററും ഉണ്ട്. ഈ 3 സിറ്റുവേഷനിലും ലിക്വിഡേറ്റർ ഉണ്ട്. പക്ഷെ 3 കേസിലും പല രീതിക്കായിരിക്കും ലിക്വിഡേറ്ററിന്റെ അപ്പോയിന്റ്മെന്റ് വരുന്നത്. ഫസ്റ്റ് കമ്പൽസറി വൈൻഡിങ് അപ്പ് ആണെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും, അത് ഹൈക്കോർട്ടിന്റെ ഇത് വെച്ചിട്ടായിരിക്കും, ഐ മീൻസ് അതിലൊരു ലിസ്റ്റ് ഓഫ് ആൾക്കാരുണ്ട്, ഒരു പാനൽ ഉണ്ട്. ആ പാനലിൽ നിന്നായിരിക്കും ആളെ സെലക്ട് ചെയ്യുന്നത്. അതും നമുക്കിനി വരാനുള്ള ഏരിയ ആണ്. അതിൽ നിന്നായിരിക്കും ആളെ സെലക്ട് ചെയ്യുന്നത്. ഇനി വോളണ്ടറി വൈൻഡിങ് അപ്പ് ബൈ മെമ്പേഴ്സ് ആണെങ്കിൽ മെമ്പേഴ്സ് ആയിരിക്കും ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി വോളണ്ടറി വൈൻഡിങ് അപ്പ് ബൈ ക്രെഡിറ്റേഴ്സിന്റെ പരാതിയിലല്ല ഇതിൽ വെച്ചിട്ടാണ് ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നെങ്കിൽ മെമ്പർക്കും അതേപോലെ ക്രെഡിറ്റർക്കും ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ അതെപ്പോഴും ക്രെഡിറ്ററിന്റെ നോമിനി ആയിരിക്കണം. ക്രെഡിറ്റർക്കായിരിക്കും കുറച്ചുകൂടി പവർ. അതിൽ രണ്ടുപേർക്കും മെമ്പറിനോ അല്ലെങ്കിൽ ക്രെഡിറ്ററിനോ അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി ഇത് ഒരു ക്രെഡിറ്റർക്കായിരിക്കും ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം. പിന്നെ അടുത്തത് വരുന്നത് സിസേഷൻ ഓഫ് ബോർഡ് പവർ. നേരത്തെ പറഞ്ഞു നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റും കൺട്രോളും എല്ലാം ആരുടെ കയ്യിലാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കയ്യിലാണ്. പക്ഷെ വൺസ് ഈ പറഞ്ഞ വൈൻഡിങ് അപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റോൾ ഒന്നുമില്ല. കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? ലിക്വിഡേറ്റർ ആണ്. അപ്പം വൈൻഡിങ് അപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പവർ ഒന്നുമില്ല. ഇതിന്റെ അടുത്തത് നോട്ടീസ് ഓഫ് ഡിസ്ചാർജ്. ഇപ്പൊ പറഞ്ഞു ഇന്ന മാറ്റങ്ങളൊക്കെ സംഭവിച്ചു, ലിക്വിഡേറ്റർ വന്നു, പവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പവർ പോയി. അപ്പൊ വൈൻഡിങ് അപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്നറിയിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രോസസ്, ഇനി കമ്പനി ഇല്ല, കമ്പനി എൻഡ് ചെയ്യാൻ പോവാന്ന്, ഇത് എല്ലാവരെയും അറിയിക്കണം. അപ്പൊ അത് എല്ലാ മെമ്പേഴ്സിനും ഇൻഫോം ചെയ്യണം. അത് ഒന്നെങ്കിൽ നമ്മുടെ വൈൻഡിങ് അപ്പ് ഓർഡർ അല്ലെങ്കിൽ റെസൊല്യൂഷൻ, ട്രിബ്യൂണൽ വെച്ച് ആണ് വൈൻഡ് അപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു ഓർഡർ കാണും, ഹൈക്കോടതി അല്ലെങ്കിൽ കോടതി ഇഷ്യൂ ചെയ്ത ഓർഡർ കാണും. അതല്ല വോളണ്ടറി ആയിട്ടാണെങ്കിൽ മെജോറിറ്റി ആൾക്കാർ വെച്ചിട്ടാണ് അവർ തീരുമാനം എടുത്തെങ്കിൽ അവിടെ ഒരു റെസൊല്യൂഷൻ കാണും. അപ്പൊ ഈ 2 സിറ്റുവേഷനിലും ഈ 2 പറഞ്ഞ കാര്യം, ഒന്നെങ്കിൽ വൈൻഡിങ് അപ്പ് ഓർഡർ അല്ലെ റെസൊല്യൂഷൻ നോട്ടീസ് ആയിട്ട് എല്ലാ മെമ്പേഴ്സിനും എത്തിക്കണം. അതേപോലെ മെമ്പേഴ്സ് ഇപ്പോ ആരാണ്? കോൺട്രിബ്യൂട്ടറി ആട്ടോ. ഈ ഷെയർ ഹോൾഡറിന് ഈ വൈൻഡ് അപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ കോൺട്രിബ്യൂട്ടറീസ് എന്നാ പറയും, ഷെയർ ഹോൾഡേഴ്സിന് മെമ്പേഴ്സിന് എല്ലാവരും. ഇനി ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് ഇപ്പൊ പറഞ്ഞു എല്ലാവർക്കും അയക്കണം. അപ്പം ഈ ലിക്വിഡേറ്റർ ആർക്കൊക്കെ ഡീറ്റെയിൽസ് അയക്കണം, അതേപോലെ എവിടുന്നൊക്കെ പൈസ, നേരത്തെ പറഞ്ഞായിരുന്നു ഡെഫിഷ്യൻസി ആകുവാണെങ്കിൽ കോൺട്രിബ്യൂട്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവരുടെ ഒരു ലിസ്റ്റ് എടുക്കണം. അപ്പൊ അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ലിക്വിഡേറ്ററിന്റെ ഉത്തരവാദിത്തമാണ് ആ കമ്പനിയിലുള്ള കോൺട്രിബ്യൂട്ടേഴ്സിന്റെ ഒക്കെ ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ഈ ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ, ഇൻസഫിഷ്യന്റ് ആവുകയാണെങ്കിൽ അവരിൽ നിന്ന് പൈസ വാങ്ങണം. അതേപോലെ സർപ്ലസ് ആണെങ്കിലും ഈ ലിസ്റ്റ് പ്രകാരമുള്ളവർക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ആരാണ് കോൺട്രിബ്യൂട്ടർ? ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. കോൺട്രിബ്യൂട്ടറിക്ക് കൊടുക്കണം, കോൺട്രിബ്യൂട്ടറിൽ നിന്ന് വാങ്ങണം എന്നൊക്കെ. ഇനി ആരാണ് കോൺട്രിബ്യൂട്ടറി? A contributor is every person liable to contribute to the asset of a company in the event of its being wound up. അപ്പോ വൈൻഡിങ് അപ്പ് സമയത്ത് ഒരു കമ്പനിയിലെ ആരൊക്കെയാണോ പൈസ പേ ചെയ്യാൻ അല്ലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ലൈബിൾ ആയിട്ടുള്ളത് അവരെയാണ് കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്.